കണ്ണൂർ സൈബർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട കേസിലാണ് ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതി ഒളിവിൽ കഴിഞ്ഞ വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങൾ നൽകും. ജോസഫ്, നേരത്തെ തന്നെ പോലീസിനോട് അർജുൻ ആയങ്കി താൻ തന്നെയാണ് പല വൈഫൈകൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെ വൈഫൈകൾ ഉപയോഗിച്ച് ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടത് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കുകയാണ്. വിവരങ്ങൾ. 3 ദിവസത്തെ കസ്റ്റഡിയാണ് കണ്ണൂർ ക്രൈം പോലീസിന് കോടതി അനുവദിച്ചത്. എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി ഇന്ന് അവസാനിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർണായകമായിട്ടുള്ള ഈ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഫോൺ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു. അഭിഭാഷകയുടെ വീടിന് പരിസരത്ത് നിന്നാണ് ഈ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒളിയിടങ്ങളിലെല്ലാം പോലീസ് കർശനമായ പരിശോധന നടത്തിയിരുന്നു, തെളിവെടുപ്പിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും മറ്റ് കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുകളിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അത് കോടതിയിൽ സമർപ്പിച്ച് കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. ഇതിനോടകം തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, പെൻഡ്രൈവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ നിന്നും കൃത്യമായ രീതിയിൽ ശാസ്ത്രീയ തെളിവുകൾ, ലാബ് പരിശോധനയ്ക്ക് ശേഷം ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒളിവിൽ കഴിയുന്നതിൽ സഹായിച്ച ചില സുഹൃത്തുക്കളെയും തേടി പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രണവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പയ്യന്നൂരിലും മറ്റ് വിവിധയിടങ്ങളിലും ഒളിത്താവളങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഗതാഗതം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അർജുൻ ആയങ്കിക്ക് ചെയ്തു കൊടുത്തതും പ്രണവാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രണവിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ സുഹൃത്തുക്കൾക്കെതിരെ സമാന രീതിയിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെല്ലാം പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ഈ ആഴ്ച തന്നെ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ തീരുമാനം. ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറാനും ഇപ്പോൾ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലും അന്വേഷണം വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ വിവിധ സ്റ്റേഷനിലെ SI-മാർക്കും SHO-മാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിശദാംശങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. അതോടൊപ്പം തന്നെ കാപ്പ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്.